ഹലോ, ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 21ാമത്തെ ഡേ ആണ്. അപ്പം നമുക്ക് ഇന്ന് ചെയ്ത് കൊടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലേക്കും നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കേണ്ട ഡേ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഞാൻ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. എപ്പോഴും ഹെയർ ഓയിൽ എടുക്കുമ്പോൾ ഒരു കുഞ്ഞു ബൗളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് അത് നമ്മുടെ കൈവിരലുകൾ ആ ഒരു ഓയിലിലേക്ക് മുക്കിയിട്ട് നന്നായിട്ടൊരു മസാജ് കൊടുക്കാം നമ്മുടെ സ്കാൽപ്പിലേക്ക്. അപ്പോൾ ആ ഒരു ഓയിൽ കറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് കിട്ടുകയും നമ്മുടെ ഓയിലിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഓയിലിൻ്റെ ഗുണങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ മുടി വേരുകളിലേക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ എടുക്കുക ആ ഒരു ഹെയർ ഓയിൽ എടുക്കുക, അത്യാവശ്യം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ ലെങ്തിലേക്കും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് തലേ ദിവസം നമ്മൾ സ്കാൽപ്പിൽ ഓയിൽ വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേയിൽ നമ്മൾ ഇൻവേർഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിന് മുൻപ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ യോഗയോ മെഡിറ്റേഷനോ ബ്രീത്തിങ് എക്സസൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴും ഫോളോ ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. എന്താ പറയുക, നമുക്ക് മുടിക്ക് വേണ്ടതായിട്ടുള്ള പ്രോട്ടീനും വൈറ്റമിൻസും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ ഇളം വെയിൽ കൊള്ളാതെ നമ്മൾ വൈറ്റമിൻ ഡി കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇളം വെയിൽ കൊള്ളുക. പിന്നെ നമ്മുടെ നെല്ലിക്ക, അതുപോലെ തന്നെ കറിവേപ്പില, എള്ള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിക്ക് വളരെയധികം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ബദാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കോളും. മുടിക്ക് ഏറ്റവും എന്താ പറയുക, ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണിത്. എന്തായാലും നെല്ലിക്കയും കറിവേപ്പിലയും നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നെല്ലിക്കയുടെ പൗഡർ വാങ്ങിച്ച് വെച്ചിരുന്നാലും നമുക്കത് വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കലക്കിയിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പിലയൊക്കെ കിട്ടുന്നവർക്ക് ഒരു തണ്ട് കറിവേപ്പില ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളറിൽ വളർന്നു വരാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മുടിയുടെ ലെങ്ത്തിലേക്കും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ടു ഒരു മണിക്കൂർ വരെയാണ് ഞാൻ വെച്ചേക്കാറ്. ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ചേക്കുക, അല്ലെങ്കിൽ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും സമയം വെച്ചേക്കുക. ആ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം നമുക്കിന്ന് നന്നായിട്ട് ഷാമ്പുവും കൂടി ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യണം. അത്യാവശ്യം ഓയിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടത് കഴുകി കളയും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എടുക്കണം പോലെ തന്നെ ശിക്കാക്കായ് പൗഡറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളത്, അതായത് കെമിക്കൽ ഷാമ്പൂസ് ഒഴിച്ച് ബാക്കി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കിപ്പോൾ താള കിട്ടുവാണെങ്കിൽ ചെമ്പരത്തി താള എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചേക്കുന്ന പ്രോഡക്റ്റ് വാങ്ങിയിട്ടാണെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇത് ഞാനിപ്പോൾ പാക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഞാനിത് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 സ്പൂൺ പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും നമ്മൾ ഓരോ പാക്കുകൾ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഒരു 5-10 മിനിറ്റ് വെച്ചേക്കും. എന്നിട്ട് ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ സ്ക്രബ് ചെയ്ത് ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ പോകുന്ന രീതിക്ക് കഴുകി കളയുക കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ മുടി അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഡേയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ചലഞ്ച് എടുക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഹെയർ പാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളത് നിങ്ങൾക്ക് എന്താണോ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിന് പകരമായിട്ട് അതൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കൂടി ബാക്കി
ബാക്കി ഞാൻ പറയുന്ന ടിപ്സ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതിയാകും. എന്തായാലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഈ ഒരു ചലഞ്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി പറയുക, എന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇതിൽ വേണമെങ്കിൽ മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഞാൻ വരുത്താം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ നൈറ്റും നമ്മുടെ സ്കാൽപ്പിലേക്ക് വളരെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം നമുക്കിന്ന് മുടിയിൽ എണ്ണ ഉണ്ടാകും. നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും നമ്മൾ നാച്ചുറൽ ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ അത്യാവശ്യം എണ്ണ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നൈറ്റ് നിങ്ങൾ ഓയിൽ വെക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഓയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഡേയിൽ കാണാം. ടാറ്റാ.